എല്ലാവർക്കും നമസ്തേ. കാലാവധി പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥിര നിക്ഷേപം തിരികെ നൽകാത്ത പന്തളം പറന്തൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഹൈക്കോടതി വിധി. തട്ട പൊങ്ങലടി പരേതനായ ദിവാകരൻ്റെ ഭാര്യ 74 വയസ്സുകാരിയായ രാധാമണിയുടെ 14,06,862 രൂപയാണ് സ്ഥിര നിക്ഷേപ കാലാവധി കഴിഞ്ഞു വർഷങ്ങളായിട്ടും സഹകരണ ബാങ്ക് തിരികെ നൽകാത്തത്. രാധാമണിയുടെ മകന് 2024 നവംബർ 2 കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇതിന് ലക്ഷങ്ങളാണ് രാധാമണിക്ക് ചിലവായത്. തുടർ ചികിത്സയ്ക്കും ലക്ഷങ്ങളാണ് വേണ്ടത്. മറ്റൊരു വരുമാനമില്ലാത്ത വ്യക്തിയാണ് രാധാമണി. ഈ ആവശ്യത്തിനായി ബാങ്കിനെ പണം പിൻവലിക്കാൻ സ്ഥിര നിക്ഷേപം തിരിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് രാധാമണി ബാങ്കിനെ സമീപിച്ചിരുന്നു. എന്നാൽ ബാങ്ക് അതിന് തയ്യാറായില്ല. ഇതിനെതിരെയാണ് രാധാമണി ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് കെ സേതുകുമാർ മുഖേന രാധാമണി ഹൈക്കോടതിയെ സമീപിക്കുകയും കേസ് മുന്നോട്ട് നടത്തുകയും ചെയ്തു. ഈ കേസിൽ തുക പൂർണ്ണമായും തിരിച്ചു നൽകാൻ കഴിയുന്ന അവസ്ഥയിലല്ല ബാങ്ക് ഇപ്പോഴെന്നാണ് സൊസൈറ്റി കോടതിയെ അറിയിച്ചത്. ഇത് പരിഗണിച്ച കോടതി തുകയുടെ 30% 10 ദിവസങ്ങൾക്കുള്ളിൽ നൽകണമെന്ന് ജഡ്ജി മുരളി പുരുഷോത്തമൻ ഉത്തരവിട്ടു. ഈ ഉത്തരവ് വന്നത് തന്നെ ഈ ജനുവരി 15 തീയതി 2025 ജനുവരി 15 കോടതി 30% തുക ഹർജിക്കാരിക്ക് പരാതിക്കാരിക്ക് നൽകണം. ചികിത്സാ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് 10 ദിവസങ്ങൾക്കുള്ളിൽ തുകയുടെ 30% നൽകണമെന്ന് കോടതി ഉത്തരവിട്ടത്. എന്നിട്ട് കേസ് 29 വയ്ക്കുകയും ചെയ്തു. കേസിൻ്റെ അടുത്ത തീയതി 29 നൽകിയിരുന്നു. എന്നാൽ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ 10 ദിവസങ്ങൾക്കുള്ളിലാകട്ടെ കേസ് വീണ്ടും പരിഗണിക്കാൻ വെച്ചിരുന്ന ഈ 29 തീയതിക്കുള്ളിലാകട്ടെ ഒരു രൂപ പോലും ഈ പരാതിക്കാരിക്ക് കൊടുക്കാൻ സൊസൈറ്റി തയ്യാറാകാതിരുന്നതോടെ കോടതി കേസെടുക്കുകയും 3 അതായത് ഫെബ്രുവരി 3 സെക്രട്ടറി, സൊസൈറ്റിയുടെ സെക്രട്ടറി, പറന്തൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ഫെബ്രുവരി 3 കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ വൃദ്ധയായ സ്ത്രീ അവരുടെ മകൻ്റെ ചികിത്സാർത്ഥമാണ് പണം തിരികെ ആവശ്യപ്പെട്ടത്. അവർക്ക് മറ്റൊരു സഹായം ഇല്ലാത്തതുകൊണ്ട് അവർ നിക്ഷേപിച്ച പണം, അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുകയും സ്വന്തം മകൻ്റെ ചികിത്സാർത്ഥം അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ഈ സൊസൈറ്റി ഇപ്പം തടഞ്ഞിരിക്കുന്നത്. പൊതുവെ സൊസൈറ്റിയെക്കുറിച്ച് പരാതിയുണ്ട്. പാർട്ടിക്കാരായിട്ടുള്ള നിക്ഷേപകരുടെ പണം അവർ എത്ര ആണെന്നുണ്ടെങ്കിലും അവർ തിരിച്ചു നൽകും, അവരാവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകും. എന്നാൽ അതായത് പാർട്ടിക്കാരെന്ന് ഉദ്ദേശിച്ചത് CPMകാരായിട്ടുള്ള, ഇപ്പോൾ വർഷങ്ങളായി ഈ സർവീസ് സഹകരണ സംഘത്തിൻ്റെ ഭരണം CPM ആണ് നിർവഹിക്കുന്നത്. CPMൻ്റെ കയ്യിലാണ് ഈ സൊസൈറ്റിയുടെ ഭരണം. അതിനുശേഷം ഈ സഹകരണ സംഘത്തിലെ നിക്ഷേപങ്ങൾ പാർട്ടിക്കാർക്ക് മാത്രമേ തിരിച്ചു നൽകുന്നുള്ളൂ എന്നാണ് ഒരാക്ഷേപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാരും ഇവിടെ നിക്ഷേപകരായിട്ടുണ്ട്. അവരുടെ ഒന്നും പണം തിരിച്ചു കൊടുക്കാൻ ബാങ്ക് തയ്യാറാകുന്നില്ല. പാർട്ടിക്കാരുടെ പണം മാത്രമാണ് തിരിച്ചു നൽകുന്നതെന്നാണ് ഒരു വ്യാപകമായി ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കാം? ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടണമെങ്കിൽ ഇവർ CPM പ്രവർത്തകരായി മാറണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ഈ സഹകരണ സംഘം നൽകുന്നത്. അതുകൊണ്ടല്ലേ ഈ CPMകാർക്ക് മാത്രം പണം തിരിച്ചു കൊടുക്കുകയും മറ്റുള്ളവരുടെ പണം പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്നത്? ഇത് ജനാധിപത്യമാണോ? ഇത് ഏകാധിപത്യമല്ലേ?
ഈ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? എന്തുകൊണ്ടാണ് ഈ ഈ ഒരു പ്രത്യേക വിഭാഗം, ഒരു പ്രത്യേക ഈ CPM എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രീതിയിൽ പെരുമാറുന്നതിനെതിരെ പൊതുസമൂഹം പ്രതികരിക്കാത്തത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒരേപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള അവകാശത്തെയാണ്, അങ്ങനെയുള്ള ജനാധിപത്യ അവകാശത്തെയാണ് CPM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തടയാൻ ശ്രമിക്കുന്നത്. അവരുടെ പ്രവർത്തകർ അല്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഇത്തരം നടപടികളിലൂടെ ഇവർ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിക്കണം, ഇതിനെതിരെ പ്രവർത്തിക്കണം. ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേപോലെ ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്കെല്ലാം ഈ ഭരിക്കുന്നവർ ഏത് രാഷ്ട്രീയക്കാരാണേലും, കോൺഗ്രസ് ഭരിച്ചോട്ടെ, BJP ഭരിച്ചോട്ടെ, CPM ഭരിച്ചോട്ടെ, എല്ലാവർക്കും ഒരേ രീതിയിൽ തുല്യമായ അവകാശങ്ങളോട് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. കോടതിയെ പോലും ധിക്കരിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. CPMന് കോടതി ഗതികേട് കൊണ്ട് അവർ പല കോടതി വിധികളെയും അവർ മാനിക്കുന്നു എന്നേ ഉള്ളൂ. അവർക്ക് അവരുടെ ഇത് നടപ്പാക്കുന്ന പാർട്ടി കോടതികളുടെ തീരുമാനം, പാർട്ടി കോടതികളുടെ ഉത്തരവുകളെ അവർ നടപ്പാക്കത്തുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലി തന്നെ. അവരുടെ തീരുമാനം പാർട്ടി കോടതിയാണ് ഏതൊരു തീരുമാനവും പ്രഖ്യാപിക്കേണ്ടത്. ആ പാർട്ടി കോടതിയുടെ തീരുമാനം അനുസരിച്ച് മാത്രമാണ് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഈ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ ചില വിധികൾ നടപ്പാക്കാൻ, അവരുടെയൊക്കെ വിധികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇല്ല എങ്കിൽ ഈ നേതാക്കൾ അകത്തു പോകേണ്ടി വരും. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ അകത്ത് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ പല കോടതി വിധികളെയും ഇവർ അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതൊന്നും അംഗീകരിക്കുന്ന ഭരണഘടനയല്ല CPMൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്. CPM എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനാധിപത്യം എന്നത് ഈ CPMൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ ഭരണഘടനയിൽ തന്നെ ഇല്ല. പാർട്ടി സെക്രട്ടറിയാണ് നാടിൻ്റെ ഭരണമായാലും ഏത് കാര്യവും തീരുമാനിക്കേണ്ടത്. അതാണ് അവരുടെ ഭരണഘടന തന്നെ. ഈ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ പാർട്ടി ഭരണഘടന അനുസരിച്ച് തന്നെ പ്രവർത്തിക്കത്തുള്ളൂ. പക്ഷേ അത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇതേ രീതിയിലിട്ട് കഷ്ടപ്പെടുത്തുക, അവരുടെ മകനെ, അവർ കഷ്ടപ്പെട്ട പണം, അവർക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല, അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്, അവർ വയോധികയാണ്, അവരുടെ മകൻ്റെ ചികിത്സാർത്ഥം അവർ വേറെ എവിടെ നിന്ന് പണം സമാഹരിക്കും? എവിടെ നിന്ന് അവർ പണം ഉണ്ടാകും അവരുടെ മകൻ്റെ ചികിത്സയ്ക്ക്? 1-2 രൂപ ആണെങ്കിൽ പോകട്ടെ എന്ന് വെക്കാം. ഇത് ലക്ഷങ്ങൾ ചിലവാകുന്ന ചികിത്സയ്ക്ക്, അവരുടെ മകൻ്റെ ജീവൻ നിലനിർത്തുന്ന അതിനു വേണ്ടിയുള്ള ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ നിക്ഷേപിച്ച പണം തിരികെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറാകാത്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് മാനവികതയാണുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണം. ഇത്തരം സാധുക്കളെ ഈ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ, അവരുടെ പാർട്ടി പ്രവർത്തകരല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ നമ്മൾ ജനാധിപത്യപരമായി തന്നെ ജനങ്ങൾ പ്രതികരിക്കണം. ഇവിടെ എല്ലാവരും ഒരേപോലെ ജീവിക്കേണ്ടവരാണ്, ഒരേ അവകാശമുള്ളവരാണ്. ഇപ്പം ഈ സഹകരണ സംഘത്തിലെ തന്നെ അവസ്ഥ, അവിടുത്തെ നിക്ഷേപകർ പറയുന്നത് പാർട്ടിക്കാരല്ലാത്തവർക്ക് പണം തിരികെ നൽകുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ ജനാധിപത്യമാണ്. എല്ലാവർക്കും അവരുടെ പണം, അവരെ വിശ്വസിച്ചുകൊണ്ട് നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, പാർട്ടിക്കാരല്ല എന്നുള്ള ഒറ്റ കാരണത്താൽ തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് അംഗീകരിക്കാൻ കഴിയുക? അത് കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ട് പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് നീതി നിർവഹണമാണ് നടക്കുന്നത്? പാർട്ടി കോടതികളുടെ ഉത്തരവ് മാത്രമേ നടപ്പാക്കൂ എന്നുള്ളത് എന്ത് ജനാധിപത്യമാണ്? ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണം, ജനാധിപത്യപരമായി തന്നെ പ്രതികരിക്കണം. ഇത്തരക്കാരിൽ, ഇത്തരം സംഘങ്ങൾ, ഇത്തരം ബാങ്കുകളാകട്ടെ, സംഘടനകളാകട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകട്ടെ, ഒന്നും ഇത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ
ഭരണത്തിലേറാതിരിക്കാൻ ഓരോ ജനാധിപത്യ വിശ്വാസിയും സാധാരണക്കാരായ ഓരോ വോട്ടറും പ്രത്യേകം ഇനി സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പ്രത്യേകം അവരുടെ ഓർമ്മയിലുണ്ടാകണം, അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഇത്തരക്കാരെയൊക്കെ പാഠം പഠിപ്പിക്കാൻ ഇതേ ഉള്ളൂ മാർഗം. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആയുധം നമ്മുടെ വോട്ടവകാശമാണ്. അത് വിനിയോഗിച്ച് ഇതേപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്നവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. തയ്യാറായില്ല എങ്കിൽ ഇത്തരം രാധാമണിമാരുടെ അവസ്ഥയായിരിക്കും ഓരോ ജനത്തിനും ഉള്ളത്, ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. കാരണം നമുക്ക് പല രാഷ്ട്രീയമുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം നമ്മളിതെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഭരിക്കുന്നിടത്തെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടാത്ത നിരവധി ആൾക്കാരുണ്ട്. മാനവികതയോ മനുഷ്യത്വമോ മനസ്സില്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നുണ്ട്. നമുക്ക് അതിന് നല്ല ഉദാഹരണമാണ് ചൈന. നേരത്തെ ബംഗാള് ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചു, വർഷങ്ങളോളം അനുഭവിച്ചതിൻ്റെ ഫലമാണല്ലോ ഇപ്പോൾ ബംഗാളിൽ ഇപ്പോൾ ആ പാർട്ടി, അല്ലെങ്കിൽ ത്രിപുരയിൽ ആ പാർട്ടി വർഷങ്ങളായി ഭരിച്ചിരുന്ന പാർട്ടി, അവിടെ അതിൻ്റെ ഒരു കൂടി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ജനങ്ങൾ അത്രമാത്രം അനുഭവിച്ചവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വർഷങ്ങളായി അവരെ ഭരിച്ച് അവരെ ഈ രീതിയിൽ എത്തിച്ചത് ഈ ഒരു പാർട്ടിയാണെന്നുള്ള ഒരു ബോധം അവർക്കുള്ളത് കൊണ്ട് അവർ ആ പ്രസ്ഥാനത്തെ ഭരണത്തിൽ നിന്ന് തുടച്ചു നീക്കി. കേരളത്തിൽ കുറച്ചൊക്കെ മറ്റു പാർട്ടികൾ ശക്തമായതുകൊണ്ട് അത്രയും സംഭവിക്കുന്നില്ലെന്നുണ്ടെങ്കിലും ഇത് തന്നെ ഈ രാധാമണിയുടെ കാര്യം തന്നെ നമ്മുടെ മുന്നിലൊരു പാഠമാണ്. പാർട്ടിക്കാരില്ലാത്തത് കൊണ്ട് സ്വന്തം മകൻ്റെ ചികിത്സയ്ക്ക് ആ പണം കൊടുക്കുന്നില്ല, കോടതി ഉത്തരവിട്ടിട്ട് പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് കൊടുക്കാൻ പണമുണ്ട്, പാർട്ടിക്കാരായിട്ടുള്ള നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ പണം ഉണ്ട് ബാങ്കിന്. പക്ഷേ കോടതി പറഞ്ഞേക്കുന്ന എന്താണ്? ഇവർക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ബാങ്കിന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാരുടെ പണവും തിരിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതല്ലല്ലോ. പക്ഷേ പാർട്ടിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ CPM-കാരായിട്ട് ഉള്ളവർക്ക് കൊടുക്കുന്ന സ്ഥാനത്ത് CPM-കാരല്ലാത്തവർക്ക് പണം കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ രാഷ്ട്രീയ വിവേചനം, ഈ CPM-ൻ്റെ രാഷ്ട്രീയ വിവേചനം, അവരുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ. CPM-കാരായിട്ടുള്ളവർ മാത്രം ജീവിച്ചാൽ മതി, മറ്റുള്ളവർ ജീവിക്കണ്ട. അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റ് രാഷ്ട്രീയ വിശ്വാസമാണെന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് CPM-ൽ വന്നാൽ മാത്രം ജീവിച്ചാൽ മതിയെന്നാണ് ഇതിൽ കൂടി അവർ നൽകുന്ന സന്ദേശം, ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഇത് നമ്മൾ അനുവദിച്ചുകൂടാ. ജനാധിപത്യപരമായി തന്നെ ഇതിനെതിരെ നമ്മൾ ഇവർക്ക് മറുപടി കൊടുക്കണം. അതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവരും പ്രവർത്തിക്കണം, അതിനനുസരിച്ച് പെരുമാറണം എന്ന് മാത്രം നിങ്ങളോട് പറയുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.